ആകാശവാണി. നമസ്കാരം. വേനൽക്കാല രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. കേരളം കടുത്ത ചൂടിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അൾട്രാവയലറ്റ് രശ്മികളുടെ തോത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണയായി മാർച്ച് മുതൽ മെയ് വരെയാണ് കേരളത്തിലെ വേനൽക്കാലം. ഉയർന്ന താപനില, ഈർപ്പം, ഇടയ്ക്കിടെയുള്ള ജലക്ഷാമം എന്നിവ ഈ കാലയളവിൽ സംസ്ഥാനം പൊതുവിൽ നേരിടാറുള്ള വേനൽക്കാല പ്രശ്നങ്ങളാണ്. ഇത്തവണ വേനലിന്റെ കാഠിന്യം കൂടുതലായതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം, ചിക്കൻ പോക്സ് തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതോടൊപ്പം ഇടവിട്ട് പെയ്യുന്ന വേനൽ മഴ, എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളും ഉണ്ടാകുന്നു. മഞ്ഞപ്പിത്തം, ഷിഗല്ല തുടങ്ങിയ ജലജന്യ രോഗങ്ങളും ഈ സമയത്തെ പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളാണ്. വേനൽക്കാലത്ത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും നിരവധി രോഗബാധകൾ കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വേനൽക്കാല രോഗങ്ങളെ മനസ്സിലാക്കുകയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് സമൂഹങ്ങളെയും പരിസ്ഥിതിയെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ അനിവാര്യമാണ്. ഡെങ്കിപ്പനി പോലെയുള്ളവയിൽ നിന്ന് രക്ഷ നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ എ അൽത്താഫ്. ഡെങ്കിപ്പനി ഒരു കൊതുകുജന്യ രോഗമാണ്. ഈഡിസ് കൊതുകുകളിലൂടെയാണ് ഈ രോഗം പകരുന്നത്. വീടിലോ പരിസരത്തോ കെട്ടിനിൽക്കുന്ന ശുദ്ധജലത്തിലാണ് ഈഡിസ് കൊതുകുകൾ പെരുകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന വിട്ടുവിട്ടുള്ള മഴയും മാലിന്യ സംസ്കരണത്തിലെ അപാകതകളുമാണ് കൊതുകുകൾ പെരുകാനും അതിലൂടെ ഡെങ്കിപ്പനി പകരാനും പ്രധാന കാരണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങളും ചിരട്ടകളും അതുപോലെയുള്ള മറ്റു വസ്തുക്കളിലും കെട്ടിനിൽക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. വളരെ ചെറിയ അളവിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ പോലും ധാരാളം കൊതുകുകൾ പെരുകാൻ സാധ്യതയുണ്ട്. വീടിനുള്ളിൽ കൂളർ, ഫ്ലഷ് ടാങ്കുകൾ, അലങ്കാര ചെടികൾ വയ്ക്കുന്ന പാത്രങ്ങൾ എന്നിവയിലും വെള്ളം കെട്ടിനിന്ന് കൊതുക് പെരുകാൻ സാധ്യതയുണ്ട്. സാധാരണ ഈഡിസ് കൊതുകുകൾക്ക് 100 മീറ്റർ ദൂരം മാത്രമാണ് പറക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മെ കടിക്കുന്ന കൊതുകുകൾ നമ്മുടെ സ്വന്തം പരിസരത്തുള്ള കൊതുകുകൾ തന്നെയാവും. വെള്ളം കെട്ടിനിൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കിയാൽ മാത്രമേ ഈഡിസ് കൊതുകുകൾ പെരുകാതെ ഇരിക്കുകയുള്ളൂ. വീടും പരിസരവും ആഴ്ചതോറും വൃത്തിയാക്കുന്നത് വെള്ളം കെട്ടിനിൽക്കാനും കൊതുക് പെരുകാനുമുള്ള സാഹചര്യം ഒഴിവാക്കും. ഇങ്ങനെ പരിസരം വൃത്തിയാക്കി വെള്ളം കെട്ടിനിൽക്കാനും കൊതുക് പെരുകാനുമുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനെ ഡ്രൈ ഡേ ആചരിക്കുക എന്നാണ് പറയുക. എല്ലാ ആഴ്ചയിലെയും ഒരു ദിവസം ഇതിനായി നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി ഒരാൾക്ക് ഡെങ്കിപ്പനി വന്നാൽ എന്ത് ചെയ്യണം എന്നുകൂടി നാം അറിഞ്ഞിരിക്കണം. കഴിവതും നേരത്തെ തന്നെ ഒരാശുപത്രിയിലോ ആരോഗ്യ കേന്ദ്രത്തിലോ പോയി ശാസ്ത്രീയമായ ചികിത്സ തേടുകയാണ് വേണ്ടത്. പനിവേളകളിൽ രോഗിക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. ഒപ്പം നിർജ്ജലീകരണം തടയാനായി ധാരാളം വെള്ളം കുടിക്കുകയും വേണം. പനി വന്ന രോഗിയിൽ നിന്ന് കൊതുകിലൂടെ മറ്റുള്ളവരിലേക്ക് ഡെങ്കിപ്പനി പടരാതിരിക്കാൻ രോഗിയെ കൊതുകുവലയ്ക്കുള്ളിൽ കിടത്തുന്നതാണ് അഭികാമ്യം. ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, നിർജ്ജലീകരണം, ചിക്കൻ ബോക്സ്, ജലജന്യ രോഗങ്ങൾ, ഭക്ഷ്യവിഷബാധ, ചർമ്മ അണുബാധ, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ തുടങ്ങിയവയാണ് സാധാരണയായി വേനൽക്കാലത്ത് കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഉയർന്ന അന്തരീക്ഷ താപനില, ചൂട്, ക്ഷീണം, സൂര്യാഘാതം, സൂര്യാതപം തുടങ്ങിയ അവസ്ഥകൾക്ക് കാരണമാകും. തലകറക്കം, തലവേദന, അമിതമായ വിയർപ്പ്, ഓക്കാനം, ആശയക്കുഴപ്പം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ആ വ്യക്തിക്ക് അടിയന്തര പരിചരണം നൽകേണ്ടതാണ്. ചെങ്കണ്ണ് പോലുള്ള നേത്രരോഗങ്ങളും വേനൽക്കാലത്ത് അധികമായി കണ്ടുവരുന്നു. വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ അമിതമായി വിയർക്കുന്നത് നിർജ്ജലീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് ക്ഷീണം, വായ വരളുക, ബലക്ഷയം തുടങ്ങിയവയ്ക്കും കാരണമാകുന്നു. സൂര്യാതപമേറ്റവരെ പരിചരിക്കുമ്പോൾ രോഗിയെ ഉടൻ തന്നെ നേരിട്ട് വെയിലേൽക്കാത്ത തണലുള്ള സ്ഥലത്തേക്കോ കാറ്റുള്ള മുറിയിലേക്കോ മാറ്റുക. ശരീരം തണുപ്പിക്കാൻ നനഞ്ഞ തുണി ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുകയോ വെള്ളം തളിച്ച് തണുപ്പിക്കുകയോ ചെയ്യുക. ഐസ് പാക്കുകൾ ലഭ്യമാണെങ്കിൽ കക്ഷം, കഴുത്ത് എന്നിവിടങ്ങളിൽ വയ്ക്കുന്നത് ശരീര താപനില വേഗത്തിൽ കുറയ്ക്കാൻ സഹായിക്കും. രോഗിക്ക് ചുറ്റും ആളുകൾ കൂടി നിൽക്കാതെ വായുസഞ്ചാരം ഉറപ്പാക്കുക. ഫാൻ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇറുകിയ വസ്ത്രങ്ങൾ മാറ്റി അയഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. ഷൂസ്, സോക്സ് എന്നിവ നീക്കം ചെയ്യുക. രോഗിക്ക് ബോധമുണ്ടെങ്കിൽ മാത്രം കുടിക്കാൻ വെള്ളമോ ORS ലായനിയോ നൽകുക. ബോധരഹിതനായ ആൾക്ക് ദ്രവരൂപത്തിലുള്ള ഒന്നും നൽകരുത്.
എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. യാത്ര ചെയ്യുമ്പോൾ രോഗിയുടെ ശരീരം തണുപ്പിച്ചുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. വേനൽക്കാലത്ത് ശുദ്ധജലം ലഭ്യമാകാനുള്ള സാധ്യത പരിമിതമാണ്. കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ രോഗങ്ങൾ ഈ സമയത്ത് കൂടുതലായി കണ്ടുവരുന്നു. മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ഇത്തരം രോഗങ്ങൾ പടരുന്നത്. ഉയർന്ന താപനിലയിൽ ഭക്ഷണം വേഗത്തിൽ കേടാകുന്നതിനാൽ വൃത്തിയും ശ്രദ്ധയുമില്ലാതെ സൂക്ഷിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഛർദി, വയറിളക്കം, വയറുവേദന എന്നിവയ്ക്ക് കാരണമാകും. നിരവധി ചർമ്മരോഗങ്ങളും വ്യാപകമാകുന്ന സമയമാണ് വേനൽക്കാലം. വിയർപ്പും ഈർപ്പവും ഫംഗസ് ബാധ, ചൊറിച്ചിൽ, അലർജി എന്നിവയ്ക്ക് കാരണമാകും. ശുചിത്വക്കുറവ് ഈ അവസ്ഥയെ കൂടുതൽ വഷളാക്കും. മഴക്കാലത്ത് കൂടുതൽ കാണപ്പെടുന്ന ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ രോഗങ്ങളും വേനൽക്കാലത്ത് വെല്ലുവിളിയാകാറുണ്ട്. ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയ്ക്ക് പിന്നാലെ വെള്ളം കെട്ടിനിൽക്കുന്നത് കൊതുകുകളുടെ പ്രജനനത്തിന് കാരണമാകും. ഇത് പകർച്ചവ്യാധികൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. സൂര്യാതപം മൂലം ചർമ്മരോഗങ്ങൾ വളരെ കൂടുതലായ സമയമാണ് വേനൽക്കാലം. ചർമ്മരോഗങ്ങൾ തടയാൻ വേണ്ട മുൻകരുതലുകളെക്കുറിച്ച് കേരള ഹെൽത്ത് സർവീസസിലെ ഡെർമറ്റോളജിസ്റ്റ് വിധുശ്രീ എസ് നായർ. വേനൽക്കാലം ചർമ്മത്തിൽ പല മാറ്റങ്ങളും വരുത്താറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലായതിനാൽ ഇത് പല ചർമ്മരോഗങ്ങളും ഉണ്ടാക്കുന്നു. വേനൽക്കാല ചർമ്മരോഗങ്ങളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ് ചൂടുകുരു എന്ന് നാം വിളിക്കുന്ന മിലിയേറിയ അഥവാ പ്രിക്ലി ഹീറ്റ്. വിയർപ്പ് ഗ്രന്ഥികളുടെയും അവയുടെ ഡക്സ് അഥവാ കുഴലുകൾ പല ലെവൽസിൽ ബ്ലോക്ക് ചെയ്യപ്പെടുകയും അതനുസരിച്ച് മിലിയേറിയ റൂബ്ര, ക്രിസ്റ്റലീന, പ്രോഫണ്ട എന്നിങ്ങനെ ചൂടുകുരുക്കളുടെ കാഠിന്യം തരം തിരിച്ചിരിക്കുകയും ചെയ്യുന്നു. ചുവന്ന ചെറിയ തരികളായോ വലിയ കുരുക്കളായോ മിലിയേറിയ ദേഹത്ത് കാണപ്പെടുന്നു. ചൊറിച്ചിൽ, നീറ്റൽ തുടങ്ങിയവ ഉണ്ടാകും. സാധാരണയായി ചൂടുകുരുക്കൾക്ക് പ്രിക്ലി ഹീറ്റ് പൗഡേഴ്സ്, കാലമിൻ ലോഷൻ എന്നിവ സഹായകമാണ്. തണുത്ത വെള്ളത്തിൽ പലതവണ കുളിക്കുന്നതും ലൂസ് കോട്ടൺ ക്ലോത്ത്സ് ധരിക്കുന്നതും നല്ലതാണ്. ചൂട് കൂടുന്നതനുസരിച്ച് നാം കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് ഫംഗസ് ബാധ. തേമൽ, ചുണങ്ങ് എന്ന് നാം സാധാരണയായി വിളിക്കാറുള്ള ടീനിയ വേഴ്സിക്കളർ, വട്ടച്ചൊറി എന്ന് നാം സാധാരണയായി പറയുന്ന ടീനിയ കോർപ്പറസ്, ടീനിയ ക്രൂറിസ് എന്നീ പൂപ്പൽ ബാധയും ഇവയിൽ ഉൾപ്പെടുന്നു. ശരീരത്തിന്റെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ ഇവ കൂടുതലായി കാണുന്നു. അമിത വിയർപ്പ് കൈകളിലും കാലുകളിലും ഫംഗസ് ബാധ ഉണ്ടാക്കും. ക്ലോട്രിമസോൾ, കീറ്റോകോണസോൾ എന്നിവ അടങ്ങിയ ആന്റി ഫംഗൽ ക്രീംസ്, പൗഡേഴ്സ് എന്നിവ പുരട്ടാവുന്നതാണ്. സൂര്യതാപം കൂടുന്നതനുസരിച്ച് സൺബേൺ അഥവാ സൂര്യാഘാതം ഉണ്ടാകാം. കൂടുതലായും വെയിലത്ത് ജോലി ചെയ്യുന്നവരിലാണ് ഇത് കാണപ്പെടുന്നത്. ചർമ്മത്തിൽ ചുവന്ന പാടുകൾ, ചർമ്മം പാളികളായി ഇളകിപ്പോകൽ, ചർമ്മത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടുക എന്നിവയോടൊപ്പം കഠിനമായ വേദനയും ലക്ഷണങ്ങളാണ്. അമിതമായ സൂര്യതാപം ഏൽക്കുന്നത് നിർജ്ജലീകരണം, തളർച്ച എന്നിവ ഉണ്ടാക്കുകയും രോഗികൾ ബോധരഹിതരാവുകയും ചെയ്യാം. കൃത്യമായ വൈദ്യസഹായം നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. മുഖക്കുരു പലരിലും ഈ സമയത്ത് കൂടുന്നതായി കാണാം. ചുരുക്കത്തിൽ വേനൽക്കാലത്ത് ചർമ്മത്തിൽ നാം പല മാറ്റങ്ങളും കാണുന്നതാണ്. അതിനാൽ ചർമ്മത്തെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ മലയാളികൾ എല്ലാ ദിവസവും കുളിക്കുന്നവരായതിനാൽ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നിത്യേന ഉള്ള കുളി അനിവാര്യമാണ്. ദിവസേന 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. കഴിയുന്നതും ലൂസ് കോട്ടൺ ക്ലോത്ത്സ് ധരിക്കുക. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ അമിതമായി സൺ എക്സ്പോഷർ അഥവാ വെയിൽ കൊള്ളാതിരിക്കുക. അമിതമായ മേക്കപ്പ് ഉപയോഗം അഥവാ ഹെവി മേക്കപ്പ് യൂസ് തടയുക എന്നിവ നാം ചെയ്യേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ വൈദ്യസഹായം തേടുക അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെ പോലെ വേനൽ ചൂടിൽ മൃഗങ്ങളും നിരവധി രോഗങ്ങളുടെ പിടിയിലാകാറുണ്ട്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് വേനൽക്കാലത്ത് പ്രത്യേക പരിചരണവും ആവശ്യമാണ്. കന്നുകാലികളിലും വളർത്തുമൃഗങ്ങളിലും വേനൽക്കാലത്ത് കണ്ടുവരുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് നിർജ്ജലീകരണം. അമിതമായ ചൂട് കാരണം മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്നത് ജീവന് വരെ ഭീഷണിയാകാം. വേനൽക്കാല വ്രണങ്ങൾ മൃഗങ്ങളിൽ വേനൽക്കാലത്ത് കണ്ടുവരുന്ന ചർമ്മരോഗമാണ്. കൃത്യമായ പരിചരണം ലഭിച്ചാൽ മാത്രമേ രോഗം പൂർണ്ണമായും ഭേദമാവുകയുള്ളൂ. സൂര്യാതപം കാരണം കന്നുകാലികളിലും മറ്റും ശരീരതാപം വർദ്ധിക്കുന്നു. ഇതുകൂടാതെ ചെള്ളുകൾ തുടങ്ങിയ മറ്റ് പരാന്നഭോജികൾ എന്നിവ കാരണമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളും വേനൽക്കാലത്ത് വർദ്ധിക്കുന്നു. വേനൽ മഴയെ തുടർന്ന് ജലജന്യ രോഗങ്ങളും ജലാശയങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില അണുബാധകളും മൃഗങ്ങളെ അലട്ടുന്നതായി കാണുന്നുണ്ട്. മൃഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള രീതികളെക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ ആകാശവാണി വാർത്തകളോട്.
കേരളത്തിന്റെ കാലാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഉയർന്ന ചൂടും അതോടൊപ്പം തന്നെ ഉയർന്ന ആർദ്രത അല്ലെങ്കിൽ ജലാംശം നിറഞ്ഞ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഇത് പക്ഷിമൃഗാദികൾക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. വേനൽക്കാലത്ത് പകൽ സമയം പശുക്കളെ പുറത്തഴിച്ച് കെട്ടുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് 11 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് പശുക്കളെ തണൽ മരത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ തൊഴുത്തിനകത്തോ തന്നെ കെട്ടുന്നതാണ് ഉചിതം. സൂര്യാഘാതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പശുക്കളുടെ ശ്വാസനിരക്ക് വർദ്ധിക്കുക, അതോടൊപ്പം തന്നെ വായിൽ നിന്ന് നൊരയും പതയും വരിക, അവയ്ക്ക് തളർച്ച ബാധിക്കുക, പെട്ടെന്ന് വീണു പോവുക, ഇത്തരം ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര മൃഗചികിത്സ ആവശ്യവുമാണ്. സങ്കരയിനത്തിൽപ്പെട്ട ഉരുക്കൾക്ക് ചൂട് താങ്ങാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് അവയുടെ ഉൽപാദനം ഗണ്യമായിട്ട് കുറയുന്നു. ചൂടും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും വർദ്ധിക്കുമ്പോൾ അവ ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നു. ഇത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നു. വെള്ളത്തിന്റെ ലഭ്യത വേനൽക്കാലത്ത് ഗണ്യമായിട്ട് കുറയുന്നു. പലപ്പോഴും വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ക്ഷാമമുള്ളതിനാൽ പശുക്കളെ കുളിപ്പിക്കുന്നതിനും തൊഴുത്ത് കഴുകുന്നതിനും കഴിയാറില്ല. ഇതൊക്കെ തന്നെ അവയ്ക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരുത്തുന്നതിന് കാരണമാകുന്നു. അതോടൊപ്പം പശുക്കൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കാത്തത് അവയ്ക്ക് പാല് കുറയുന്നതിന് കാരണമാകുന്നു. വേനൽക്കാലത്ത് കന്നുകാലികളുടെ ആഹാരക്രമത്തിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പുല്ലും വൈക്കോലും കഴിക്കാതിരിക്കുന്നത് നാരുകളുടെ ലഭ്യത കുറയ്ക്കുകയും അസിഡോസിസിനും പാലിലെ കൊഴുപ്പ് കുറയുന്നതിനും വഴിയൊരുക്കുന്നുണ്ട്. വേനൽക്കാലത്ത് ബാഹ്യപരാതങ്ങളായ ചെള്ള്, ഉണ്ണി എന്നിവ വർദ്ധിക്കാനും അവ പരത്തുന്ന രോഗങ്ങളായ തേലേറിയ, അനാപ്ലാസ്മ തുടങ്ങിയവ വർദ്ധിക്കാനും കാരണമാകുന്നു. വേനൽക്കാലത്തെ രോഗങ്ങൾ തടയാൻ ശക്തമായ പ്രതിരോധ മാർഗങ്ങളാണ് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ കൈക്കൊള്ളുന്നത്. ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാൽ ഒരു പരിധിവരെ രോഗങ്ങൾ തടയാൻ സാധിക്കും. ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം, കഞ്ഞിവെള്ളം, സംഭാരം എന്നിവ ഉത്തമമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. വൃത്തിയുള്ള സാഹചര്യത്തിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക. വേനൽക്കാലത്ത് ആഹാരം വേഗത്തിൽ കേടാകാൻ സാധ്യതയുള്ളതിനാൽ പഴയ ആഹാരങ്ങൾ ഒഴിവാക്കുക. കൂടാതെ ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കണമെന്ന് സീനിയർ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ വാണി MS. വേനൽക്കാലത്ത് പാലിക്കേണ്ട ഭക്ഷണ രീതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വേനൽ ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായതിലും കൂടുതൽ ജലാംശം നഷ്ടപ്പെടുന്നു. അതിനെ നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നു. ലക്ഷണങ്ങൾ: തലകറക്കം, തലവേദന, ഇരുണ്ട നിറത്തിലുള്ള മൂത്രം അഥവാ മൂത്രത്തിന്റെ അളവ് കുറയുക എന്നതാണ്. സോഡിയം പോലുള്ള മിനറൽസ് ശരീരത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ ഉപ്പ് ചേർന്നിട്ടുള്ള പാനീയങ്ങളായ നാരങ്ങ വെള്ളം, മോര്, കഞ്ഞിവെള്ളം എന്നിവ ഉൾപ്പെടുത്താം. വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ള തണ്ണിമത്തൻ, ഓറഞ്ച്, പൈനാപ്പിൾ, പപ്പായ പോലുള്ള പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കൊഴുപ്പ് കൂടുതലുള്ളതും മസാല കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കാം. ശീതള പാനീയങ്ങളും കാർബണേറ്റഡ് ഡ്രിങ്ക്സും കൂടുതൽ ഉൾപ്പെടുത്തിയാൽ ശരീരത്തിലെ ജലാംശം കൂടുതൽ നഷ്ടപ്പെടുന്നു. ചായ, കാപ്പി എന്നിവ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കാം. വ്യായാമം ചെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാം. വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുന്നതും പകർച്ചവ്യാധികൾ തടയാൻ സഹായകമാകും. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിന് തണുപ്പ് നൽകാൻ സഹായിക്കും. ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക. ദിവസേന 2 തവണ കുളിക്കുന്നതും കൈകൾ വൃത്തിയായി കഴുകുന്നതും പകർച്ചവ്യാധികൾ തടയാൻ സഹായിക്കും. പ്രായമുള്ളവർ, ശിശുക്കൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവരും പോഷകാഹാരക്കുറവുള്ളവർ, പ്രമേഹം, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ മുതലായവയുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വേനലിന്റെ കാഠിന്യം ഏറുമ്പോഴും അധികൃതരുടെ കൃത്യമായ നിർദ്ദേശം പാലിക്കുന്നത് വേനൽക്കാല രോഗങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധാഭിപ്രായം. വേനൽക്കാല രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ.